AI എന്നുള്ളത് പോലും നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് നമുക്കിപ്പോൾ ഒരു ഫോണിൽ ലഭ്യമായിട്ടുള്ള ഒരു AI സെർച്ചിങ്ങിനെ കുറിച്ചായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. ലോകത്തെ ഏറ്റവും മിലിറ്ററി ഓപ്പറേഷനിൽ ഉപയോഗിക്കപ്പെട്ട തിരസ്കൃതമായ ടെക്നോളജിയാണ് പൊതുജനത്തിന് കൊടുക്കുക. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം AI കണ്ടുപിടിച്ച് അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് സാംസങ്ങും ആപ്പിളും AI തന്നു എന്നാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മിലിറ്ററി ഓപ്പറേഷൻ്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഡീകമ്മീഷൻ ചെയ്ത ഒരു പുതിയ ഒന്ന്, അതല്ലെങ്കിൽ പുതിയ ഒന്ന് പൊതുജനം കരുതുന്ന ഒന്നാണ് പൊതുജനങ്ങൾക്ക് അവരുടെ ഉപയോഗത്തിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം പുറകിലായിരിക്കും അവരുടെ അന്വേഷണങ്ങളിൽ നിന്ന്. പക്ഷെ ആ അന്വേഷണം എന്തിനെക്കുറിച്ചാണ്? നേരത്തെ SIOവിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചും കാലങ്ങളായി നമ്മൾ നടത്തിപ്പോരുന്ന വൈജ്ഞാനിക സംവാദങ്ങളെ സംബന്ധിച്ചുമൊക്കെ അഡ്വക്കേറ്റ് വാഹിദും സഹൽബാസും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ കാലയളവിൽ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്തിരുന്ന ഒരു പദമായിരുന്നു ഒരു പോസ്റ്റ് മോഡേണിക് സിറ്റുവേഷൻ എന്നുള്ളത്. കലയെയും സാഹിത്യത്തെയും മുൻനിർത്തി നമ്മൾ പോസ്റ്റ് മോഡേണിസം എന്നാണ് ആ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടി നമ്മളുടെ സിറ്റുവേഷൻഷിപ്പിനെയാണ് അന്ന് നമ്മൾ പോസ്റ്റ് മോഡേണിറ്റി എന്ന് സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ അകപ്പെടുന്ന ഒരു സാഹചര്യത്തിൻ്റെയും നമ്മൾ കടന്നു പോകുന്ന ഒരു സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അവസ്ഥയുടെയും പേര് കൂടിയാണ് ഒരർത്ഥത്തിൽ പോസ്റ്റ് മോഡേണിറ്റി, അതല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. ആ സന്ദർഭത്തിൽ നമ്മൾ കാര്യമായി ചർച്ച ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മൾ അനുഭവിക്കുന്ന 2 ക്രൈസിസുകളുണ്ട് എന്ന്. ആ ക്രൈസിസുകളിൽ ഒന്ന് ക്രൈസിസ് ഓഫ് മൊറാലിറ്റിയും മറ്റൊന്ന് ക്രൈസിസ് ഓഫ് മീനിങ്ങുമാണ്. ഏത് മൊറാലിറ്റി നിശ്ചയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഗസ ഇസ്രായേൽ വാർ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ അങ്ങനെ ഒരു വാറുണ്ടോ എന്നുള്ളത് അതിൻ്റെ ഒരു ക്രൈസിസാണ്. യഥാർത്ഥത്തിൽ ഒരു ജീനസൈഡിനെ നിങ്ങൾക്ക് ഒരു ക്ലാഷായോ വാറായോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. അപ്പോൾ ക്രൈസിസ് ഓഫ് മൊറാലിറ്റി, നേരത്തെ തന്നെ ഒരു ബോംബാർഡിങ് നടത്തുന്ന, അതല്ലെങ്കിൽ ഡ്രോണിലൂടെ യുദ്ധം നയിക്കുന്ന ഒരു ലോക സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവിടെ എന്താണ് ഒരു കോഡ് ഓഫ് വാറിന് പ്രസക്തി ഇല്ലാത്തൊരു ലോകക്രമമാണ്. നിങ്ങൾ യുദ്ധം നയിക്കുക എന്നുള്ളതിന് പോലും എന്താണ് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ യാർഡ് സ്റ്റിക്കുകളും നിങ്ങളുടെ മാനദണ്ഡങ്ങളും ഏത് എന്ന് ലോകത്തെ ആളുകൾ തമ്മിൽ ചർച്ച ചെയ്യാൻ പോലും ഒരു ടേബിളിങ്ങിന് സാധ്യമല്ലാത്തൊരവസ്ഥ. അതിനെയാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലം ഓഫ് മൊറാലിറ്റി, ക്രൈസിസ് ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞത്. ക്രൈസിസ് ഓഫ് മീനിങ് എന്നും പുതിയ കാലത്ത് നമ്മളുടെ ക്രൈസിസിനെ കുറിച്ച് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതായത് മീനിങ്ങിൻ്റെ പ്രശ്നം. ഈ ലോകത്തെ പുതിയ സാഹചര്യത്തിൽ ഓരോ വസ്തുവിനെ കൊണ്ടും നിങ്ങൾ അതിനുപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ കൊണ്ടും അത് തന്നെയാണോ അർത്ഥമാക്കുന്നത്? ഏറ്റവും അവസാനം നടന്ന ജെൻഡർ ഡിബേറ്റിലൊക്കെ അടക്കം ഇപ്പോൾ ആണ് എന്ന് പറഞ്ഞാൽ ആണ് ആരാണ്, പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് എന്താണ്? ബൈ ഡെഫിനിഷൻ അത് സാധ്യമാകാത്ത, പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് മാത്രം അതിനെ ഇവാലുവേറ്റ് ചെയ്യാവുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സയൻസിലേക്കും അതല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സിറ്റുവേഷൻ, ക്രൈസിസ് ഓഫ് മൊറാലിറ്റിയുടെയും ക്രൈസിസ് ഓഫ് മീനിങ്ങിൻ്റെയും അതേ പ്രശ്നം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് SIO ഇതിനെ അന്വേഷണ വിധേയമാക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. SIOവിൻ്റെ അന്വേഷണങ്ങൾ തീർച്ചയായും അത്തരത്തിൽ കൂടുതൽ നമ്മളുടെ അറിവന്വേഷണങ്ങൾക്ക് പ്രേരണയായിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു ഉദ്യമവും നമുക്ക് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും വൈജ്ഞാനിക പ്രവൃത്തികളിലേക്കും നമ്മളെ നയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SIOവിൻ്റെ ഭാരവാഹികളെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരുപക്ഷെ സയൻസ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അതിൻ്റെ ഒരു പെരുങ്കളിയാട്ടം
എന്ന് ഒരു ഗ്രാൻഡ് ഫിനാലെ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച ഒരു ഘട്ടം രണ്ടാം ലോക മഹായുദ്ധത്തിലെ മാൻഹാട്ടൻ പ്രൊജക്റ്റാണ്. മാൻഹാട്ടൻ പ്രൊജക്റ്റ് ബേസിക്കലി അതാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചു എന്ന് നമ്മൾ പറയുന്ന ബോംബിന് കാരണക്കാരനായ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ US-ഉം UK-യും കാനഡയും ഒരുമിച്ച് ചേർന്ന് അന്ന് നടത്തുന്ന ഒരു JV-ആണ്, ഒരു ജോയിന്റ് വെഞ്ചറാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഹിരോഷിമയിൽ ഒരു ബോംബ് പോയിട്ടു, അതുപോലെ തന്നെ നാഗസാക്കിയിലിട്ടു. മൂന്നാമതൊരു ബോംബ് കൂടി ഉണ്ട്, 2 ബോംബേ കൂടി ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമതൊരു ബോംബും കൂടി ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വീഴും എന്ന് പറയുന്ന ഭീതിയിലാണ് ജപ്പാൻ കീഴടങ്ങിയത്. 2 ബോംബ് വികസിപ്പിച്ചിരുന്നു. മൂന്നാമത്തെ ബോംബ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ അത് ആ ഒരു പേടിയുണ്ട്. അതിൽ സബ്മിസീവ് ആയിക്കൊണ്ട് നിങ്ങൾ അടങ്ങിയിരുന്നു കൊള്ളണം എന്നുള്ള ആ ഒരു തിട്ടൂരം, ആ പ്രൊജക്റ്റിനെ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ ക്രമം നിശ്ചയിച്ച ഒരു യുദ്ധമായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധം പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ തങ്ങൾക്ക് കീഴിൽ വേണമെന്നുള്ള ഒരു ക്രമമാണ് നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ, ലോകത്തിൻ്റെ ക്രമം ഇനി ആരുടെ പ്രസീഡിയത്തിൽ, ആരുടെ അധ്യക്ഷതയിൽ നടക്കണം എന്നുള്ളത് തീരുമാനിച്ച യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഉപയോഗിക്കപ്പെട്ട, നമ്മൾ അതിൽ പറയാറുള്ള E=mc² ഒക്കെ പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയാറുള്ള ഈ ബോംബിനെ പുതിയ കാലത്ത് പുതിയ പദാവലികളിൽ വെച്ചുകൊണ്ട് സാം ഹാരിസിനെ പോലെയും അതുപോലെ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ളവർ പറയുന്നത് നമുക്കൊരു രണ്ടാം മാൻഹാട്ടൻ വേണമെന്ന്. സെക്കൻഡ് മാൻഹാട്ടൻ പ്രൊജക്റ്റ്. എന്താണ് രണ്ടാം മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ മുസ്ലിം ലോകത്തിൻ്റെ എണ്ണ നമുക്ക് വേണ്ടതില്ലാത്ത എന്തോ ഒരു ടെക്നോളജി വേണം. നമ്മളിപ്പോൾ ഹൊർമുസ് കടലെടുക്കും, ബാസ്ഫറസും അതല്ലെങ്കിൽ സൂയസ് കനാലും ഒക്കെ ഇങ്ങനെ ചോക്ക് പോയിന്റ്സുകൾ വെച്ച് ഈ 10-57 മുസ്ലിം രാഷ്ട്രങ്ങളെ ഇങ്ങനെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന, അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-15 രാജ്യങ്ങൾക്കെങ്കിലും അവർ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുക വരികയെങ്കിലും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. അതുകൊണ്ട് നമുക്കൊരു സെക്കൻഡ് മാൻഹാട്ടൻ പ്രൊജക്റ്റ് വേണം. എന്താണ് സെക്കൻഡ് മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഡീസൽ രഹിത, പെട്രോൾ രഹിത ഒരു ബദൽ ഊർജത്തെ നമ്മൾ കണ്ടുപിടിക്കുകയും, ഇപ്പോൾ അമേരിക്കക്കും ഇവർക്കൊക്കെ റിസർവോയറുകളൊക്കെ അതിനുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഇവരെ ഒന്നും ഒട്ടും ആശ്രയിക്കേണ്ടി വരാത്ത ഒരു ബദൽ ഊർജത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ബദൽ ഊർജത്തെക്കുറിച്ചുള്ള ആലോചന നമ്മുടെ നാട്ടിലടക്കം ഓരോ വീടിൻ്റെ മേലെ 3 കിലോവാട്ടും 4 കിലോവാട്ടും സോളാർ വെച്ചിട്ട് നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പ്രശ്നം അതല്ല. ഈ ആലോചന എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ ആലോചന ഒരു മുസ്ലിം ലോകത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനയായിട്ടാണ് സാം ഹാരിസ് സിദ്ധാന്തിക്കുന്നത്. ഇപ്പോൾ സാം ഹാരിസിനെയും അതുപോലെ റിച്ചാർഡ് ഡോക്കിൻസിനെയും സാധാരണ നമ്മൾ നവനാസ്തികവാദങ്ങളുടെ വേദിയിൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ഈ സിദ്ധാന്തം എന്തിനാണെന്ന് ചോദിച്ചാൽ, അലീനിയേഷൻ്റെ അതല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലിൻ്റെ ഏറ്റവും മൂർത്തമായ രൂപം സ്വീകരിക്കാൻ വേണ്ടി ഇതാണ് ഇനി നമുക്ക് വേണ്ടത് എന്നാണ്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇല്ല. പക്ഷെ സെക്കൻഡ് മാൻഹാട്ടൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ലോകത്തെ ഇനി പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഏറ്റവും ശക്തമായ വെപ്പണെ കുറിച്ചുള്ള ആലോചനയായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചാലും ഇതിനൊരു പ്രശ്നമുണ്ട്. പോസ്റ്റ് മോഡേണിക് സിറ്റുവേഷൻ്റെ പ്രശ്നം, AI-നെ കുറിച്ചുള്ള ചോദ്യവും നിങ്ങൾ AI-നോട് ചോദിക്കണം എന്ന് പറയുന്ന പ്രശ്നമാണ്. ദാറ്റ് ഈസ് ദ ക്രൈസിസ് ഓഫ് മൊറാലിറ്റി. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന വർത്തമാനവും അവസാനം ഇസ്ലാമിലല്ലാതെ ഒടുങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ ക്രൈസിസ് ഓഫ് മീനിങ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, എങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ഈ കഴിഞ്ഞൊരു നൂറ്റാണ്ട് കൊണ്ട്, അതല്ലെങ്കിൽ ഏറ്റവും അവസാനം ഇപ്പോൾ AI എന്നുള്ളത് പോലും നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് നമുക്കിപ്പോൾ ഒരു ഫോണിൽ ലഭ്യമായിട്ടുള്ള ഒരു AI സെർച്ചിങ്ങിനെ കുറിച്ചായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. ലോകത്തെ ഏറ്റവും മിലിറ്ററി ഓപ്പറേഷനിൽ ഉപയോഗിക്കപ്പെട്ട തിരസ്കൃതമായ ടെക്നോളജിയാണ് പൊതുജനത്തിന് കൊടുക്കുക. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം AI കണ്ടുപിടിച്ച് അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് സാംസങ്ങും ആപ്പിളും AI തന്നു എന്നാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മിലിറ്ററി ഓപ്പറേഷൻ്റെ എല്ലാ വശങ്ങളും കഴിഞ്ഞ് ഡീകമ്മീഷൻ ചെയ്ത ഒരു പുതിയ
ഒന്ന്, അതല്ലെങ്കിൽ പുതിയ ഒന്ന് പൊതുജനം എന്ന് കരുതുന്ന ഒന്നാണ് പൊതുജനങ്ങൾക്ക് അവരുടെ ഉപയോഗത്തിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം പുറകിലായിരിക്കും അവരുടെ അന്വേഷണങ്ങളിൽ നിന്ന്. പക്ഷെ ആ അന്വേഷണം എന്തിനെക്കുറിച്ചാണ്? ഇസ്ലാം സയൻസിൻ്റെ അന്വേഷണങ്ങളോട് ഒട്ടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ബൈബിളിൻ്റെയോ അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കാത്തലിക് ചർച്ചിൻ്റെയോ ഒന്നും പാരമ്പര്യവുമായി ഒത്തിണങ്ങുന്ന പോലെയല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമ് എന്നുള്ള വാക്ക് തന്നെ സയൻസാണ്. ഇൽമ് ദീനാണ്, അതുപോലെ തന്നെ ദീന് ഇൽമാണ്. രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജുസ്ഉല്ലായത്ത ജസ ആയി പരസ്പരം വേർതിരിക്കാൻ പറ്റാത്ത ഒന്നായി വിശദീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് വിഷയാധിഷ്ഠിതമായി ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ് ഇസ്ലാം പരിശോധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ 2000-ൽ നിന്ന് 2025-ലേക്ക് എത്തിയ നമുക്ക് ഈ 25 കൊല്ലം കൊണ്ട് ലോകത്ത് കൂടിയ മനുഷ്യരുടെ എണ്ണം നിങ്ങൾക്കറിയോ? ഇന്ന് ലോകത്ത് 850 കോടി മനുഷ്യരുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അത് 25 കൊല്ലം മുമ്പ് അത് 6.5 ബില്യനാണ്, 650 കോടിയുള്ളൂ. 200 കോടിയാണ് 25 കൊല്ലം കൊണ്ട് കൂടിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ ആകെ കൂടി പറയപ്പെടുന്നതനുസരിച്ച് ഏകദേശം 30 കോടി മനുഷ്യന്മാരേ ഉള്ളൂ. 30 കോടി മനുഷ്യരിൽ നിന്ന് ഇപ്പോൾ 78 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മൾ 150 കോടി. അതെ, ഈ കാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാലത്തിന് എന്ന് പറഞ്ഞാൽ പല 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 രീതിയിലും ഈ കാലത്തിന് മോചിതത്വമൊന്നുമല്ല, അത് മറിച്ച് മനുഷ്യൻ നേടിയ കുറേ അഡ്വാൻസ്മെന്റിന്റെ കൂടി ഒരു ഭാഗമായിട്ടാണ്. ഇത് ഇങ്ങനെ കുറെ കൂടി പരിശോധിച്ചാൽ രസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അതിന് അവലംബമായ ഒരു കാനേഷുമാരിയൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് കാണാൻ പറ്റുക ലോകത്ത് മൊത്തം ഏകദേശം ഒരു 14 കോടിക്ക് 20 കോടിക്ക് ഇടയിലാണ് മൊത്തം മനുഷ്യരുള്ളത് എന്നൊക്കെ ഗണിച്ചുകൊണ്ട് പറയാറുണ്ട്. ഇതിങ്ങനെ പിറകിലൊക്കെ എടുത്താൽ ഇബ്രാഹിം നബിയുടെ കാലത്ത് എത്ര പേരുണ്ടാവും? ഇങ്ങനെ പോയാൽ ഒരു മനുഷ്യനെത്തുന്നൊരു ഘട്ടമുണ്ടാവുമല്ലോ. അത് ഏകദേശം വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് ആദം അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു ബനു ആദമിന്റെ തുടക്കക്കാരായ ആദമിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഈ ബിഗ് ബാങ്ക് തിയറിയുടെ ലോകം എന്നുണ്ടായി എന്നുള്ള ചർച്ച വേറെയാണ്. കാരണം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ 6 ദിവസം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആകാശത്തെയും സൃഷ്ടിച്ചു എന്നുള്ളതിന് സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഓടേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യമായ ഒരു ദിവസത്തിന്റെ ഗണന സൂര്യനെയും ചന്ദ്രനെയും വെച്ചിട്ടാണ് മനുഷ്യൻ ഗണിക്കാറുള്ളത്. സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ദിവസത്തെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇതിപ്പോൾ 24 മണിക്കൂറുള്ള ദിവസമാണോ? ഇതിലല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള ശാസ്ത്രാന്വേഷണങ്ങളിലേക്കല്ല ഇസ്ലാമിനെ കൊണ്ടുപോയി പോലും ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് മനുഷ്യന്റെ അഭൂതപൂർവമായ ഒരു അൺപ്രസിഡന്റഡായ വലിയ വർധനവും വലിയ സാഹചര്യം മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, മനുഷ്യന്റെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ, ദേശരാഷ്ട്രത്തിൻ്റെതായ പ്രത്യേക ആവശ്യത്തിന്റെ കാര്യത്തിലൊക്കെ വികസിക്കപ്പെട്ട ഒരു നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് മനുഷ്യന്റെ ഒരു കാര്യപൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ നിന്ന് അപ്പുറമായി സ്ഥാപിത താല്പര്യങ്ങളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുടെ പൂർത്തീകരണത്തിനോ അതല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒന്നായി ഈ ടൂളുകൾ ഉപയോഗിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ സയൻസും ടെക്നോളജി ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് ഇസ്ലാം അതിനെ പ്രശ്നവൽക്കരിക്കുന്നത്. അതുകൊണ്ടാണ് ദക്കാഉൽ ഇസ്തിനാഇ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്ക്. there again comes the problem of meaning. അത് ദക്കാഉൽ ഇസ്തിനാ, ദക്കാ എന്നുള്ള ഇന്റലിജൻസ് ആണ്. ഇസ്ലാമിൽ ഇന്റലിജൻസ് എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. അത് ദക്കാഉൽ ഇസ്തിനാഇ, ദക്ക എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അങ്ങനെ ഖുർആനിൽ അങ്ങനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ദക്ക ഇല്ല. റുഷ്ദാണ് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം എന്നുള്ളത്. റുഷ്ദാണ്. ഈ റുഷ്ദും ദക്കാവും തമ്മിലുള്ളൊരു പ്രശ്നം ഈ AI നമുക്ക് കാണാൻ പറ്റും. അത് ദക്കാവുൽ ഇസ്തിനാ, സ്വയം നിലക്ക് തന്നെ ദക്കാവ് പ്രശ്നമാണ്. ഓരോരുത്തരുടെ ഈ ഇന്റലിജൻസ് മറ്റൊരാൾക്കുമേൽ ചാർത്തപ്പെടാനോ അമർച്ച ചെയ്യപ്പെടാനോ സാധ്യതയുള്ള ഒന്നായതുകൊണ്ട് അപ്പോൾ ഇതിനെ റുഷ്ദ് എന്ന് വിശുദ്ധ ഖുർആൻ റിവീൽഡ് നോളജുമായി ചേർത്ത് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് കാണാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാം ഖദർ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ. താങ്കൾ പഠിപ്പിക്കപ്പെട്ട ഈ റുഷ്ദിനെ താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരും എന്നുള്ള ഒരു കണ്ടീഷനിൽ ഞാൻ താങ്കളെ പിന്തുടർന്നു കൊള്ളട്ടെ എന്ന്.
പക്ഷേ നിനക്ക് പറ്റൂല എന്നാണ് തിരിച്ചു പറയുന്നത്. നിനക്കെല്ലാം തസ്തത്യമായ സുബ്ര. കാരണം ഈ റിവീൽഡ് നോളേജിനെ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിൻ്റെ ഒരു അളവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്ര. നിനക്കറിവില്ലാത്തൊരു കാര്യത്തിൽ, നിനക്ക് ഖബറില്ലാത്തൊരു കാര്യത്തിൽ നിനക്ക് എങ്ങനെയാണ് ക്ഷമ സാധ്യമാകുന്നത്? അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള നിങ്ങളുടെ ഒരു പരിധിയാണ് പറയുന്നത്. ഇപ്പോൾ ജെയിംസ് വെബിന്റെ ടെലസ്കോപ്പിനെ കുറിച്ച് ഈ ഡീപ്പസ്റ്റ് ഇമേജ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് മനുഷ്യലോകത്തിന് ലഭ്യമായിട്ടുള്ള ഏറ്റവും യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഡീപ്പസ്റ്റ് ഇമേജ്. ഈ ഡീപ്പസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് മനുഷ്യൻ ബോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇസ്ലാമിന്. അതായത് ഞങ്ങൾ കണ്ട കാഴ്ച എന്നാ പറയുന്നത്, അതായത് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്നല്ല പറയുന്നത്. മനുഷ്യന് കാണാൻ കഴിഞ്ഞതിലെ ഏറ്റവും വലുത്. ഇപ്പൊ മനുഷ്യന് കാണാൻ കഴിഞ്ഞത് എത്രത്തോളമാണ്? അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഈ ഗൈബ് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ. ഷഹാദത്തിന്റെ നിങ്ങൾക്ക് ജെയിംസ് വെബിന്റെ ടെലസ്കോപ്പ് കൊണ്ട് ഒരു ഷഹാദത്ത് കിട്ടി. ഇത് തന്നെ നിങ്ങളുടെ ഗൈബിന്റെ ഭാഗമായി. ഇതിനപ്പുറമുള്ള ഗൈബുകൾ ആലിമുൽ ഗൈബി വശഹാദ. ഇപ്പൊ മനുഷ്യന്റെ അറിവുകളെ, പ്രത്യേകിച്ചും ഈ സയൻസ് എന്നുള്ളത് ഇൽമുൽ അസ്മാഇനോട് ഇൽമുൽ ഹിദായത്ത് ചേർന്ന് വരണം എന്നുള്ള പാഠത്തിലാണ് ഇസ്ലാം അവസാനിപ്പിക്കുന്നത്. ആദം അലൈഹി സ്വലാമക്ക് അല്ലമ ആദം അൽ അസ്മാ കുല്ലഹ സുമ്മ അറലഹും അലൽ മലായിക ഫഖാല അംബിഊനി. ഇസ്മ പഠിപ്പിക്കപ്പെട്ട് സവിശേഷമാക്കി അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ ഈ ലോകത്തിന്റെ മുന്നോട്ട് പോക്കിൽ തങ്ങളുടെ ആവശ്യപൂർത്തീകരണത്തിന്, അതിപ്പോ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും, അതല്ലെങ്കിൽ മുസ്ലിം ആകുമ്പോൾ അവന്റെ ബാധ്യതയാണ് ഈ അറിവന്വേഷണം. ഏത് മനുഷ്യനായാലും ഈ ലോകത്തെ അറിവുകൾ തുടരന്വേഷണങ്ങളിലൂടെ കണ്ടെത്തും. പക്ഷെ ഈ അറിവ് സ്വയം നിലക്ക് എങ്ങനെയാണ് അത് മികച്ചതോ അതല്ലെങ്കിൽ മികവ് രഹിതമായതോ ആകുന്നത് എന്ന് ചോദിച്ചാൽ അത് കുൽനഹ്ബിത്തു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും, ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദ. ഒരു ഹുദ കിട്ടാനുണ്ട്. അപ്പോൾ ഇൽമുൽ അസ്മാഇനൊപ്പം ഇൽമുൽ ഹിദായത്ത് അത് പ്രിൻസിപ്പിൾസ് ആണ്. അല്ലാതെ ലോകത്തുള്ള എല്ലാ വിവരവും കപ്പലുണ്ടാക്കാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉണ്ടാക്കാനും ടെക്നോളജിയുടെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളുടെ എല്ലാ റോ മെറ്റീരിയലും ഈ കിതാബിൽ നിന്ന് കിട്ടുന്നല്ല. മറിച്ച് അത് മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇന്നേറ്റ് ചെയ്യപ്പെട്ടുള്ള, മനുഷ്യരിൽ തന്നെ ആത്മാംശമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഫമൻ തബിയ ഹുദായ, ഹുദയെ പിൻപറ്റുവാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ? ആ ഹുദ എന്താണ്? അവിടെയാണ് മനുഷ്യന്റെ അറിവന്വേഷണത്തിൽ നമുക്കറിയാം സെൻസർ, നമുക്ക് നമ്മുടേതായ പഞ്ചേന്ദ്രിയങ്ങളുടെ അന്വേഷണമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷനിലൂടെ മനുഷ്യർ തുടരന്വേഷണങ്ങളിലൂടെ നേടിയെടുത്തത് അടുത്ത തലമുറക്ക് മാറുന്ന അറിവുകളുണ്ട്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റുകളുണ്ട്. മനുഷ്യന്റെ ഹൈപ്പോത്തിസീസുകളുണ്ട്. ആ ഹൈപ്പോത്തിസീസുകളെ പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് പുതുതായി ഉണ്ടാകുന്ന ഹൈപ്പോത്തിസീസുകളും പുതിയ ക്വസ്റ്റ്യനുകളും ഉണ്ട്. അതുപോലെ തന്നെ റാഷണൽ തിങ്കിങ് ഉണ്ട്. ഇസ്ലാം പറയുന്നു ഇതിനപ്പുറം ഇൽഹാമുണ്ട്. അതിലും മികച്ചൊരറിവ് റിവീൽഡ് നോളേജായി, വഹീന്റെ നോളേജായിട്ടുണ്ട്. ഇതിനെ ഈ ലോകത്തിന്റെ ഏറ്റവും മികച്ച താല്പര്യത്തിന്, ഹിതകരമാകുന്ന ഒന്നിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മനുഷ്യന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച അറിവെന്ന നിലയിൽ അവൻ വിശ്വസിക്കുന്ന ഈ സയൻസിനെ ഈ ഇൽമുൽ ഹിദായത്തിനൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഇഖ്ബാൽ ആ സന്ദർഭത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സൈന്യം അല്ലാഹ് കോ പാമർ ദിയ മുഅ്മിൻ പെ ഭറോസ ഇബ്ലീസ് ക യൂറോപ്പ് ക മെഷീനോ ക സഹാറ. യൂറോപ്പിന്റെ മെഷീനുകളുടെ സഹായത്തോടുകൂടി പിടിച്ചു നിൽക്കുന്ന ഒരു ലോകക്രമം എന്ന് വിശദീകരിച്ചുകൊണ്ട് അതിനെ പ്രശ്നവൽക്കരിക്കാൻ ഇഖ്ബാൽ ശ്രമിച്ചത്. അതുകൊണ്ട് വ്യത്യസ്ത പകർന്നാട്ടങ്ങൾ, വ്യത്യസ്ത വേഷവിധാനങ്ങളിലൂടെയും ഈ ലോകം അതിൻ്റെ സ്ഥാപിത താല്പര്യങ്ങളെ നിലനിർത്താൻ നോക്കുമ്പോൾ അത് സയൻസിനെയും ടെക്നോളജിയെയും ഒക്കെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടുകൂടി, വിഷയാധിഷ്ഠിതമായി തന്നെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടുകൂടി ആ നിലയിൽ നോക്കിക്കാണാൻ കൂടുതൽ കരുത്തും അതുപോലെ തന്നെ അറിവും നമുക്ക് നൽകുന്ന ഉദ്യമമായി ഈ സയൻസ് ആൻഡ് ടെക്നോളജി കോൺഫറൻസ് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ഹൃദയാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.